850 മീറ്റർ ഉയരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാം തകർന്നാൽ 130 വർഷത്തെ ചെളി സിൽട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. ഡാമിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാവും, വലിയ കല്ലുകൾ. പിന്നെ തൊട്ട് മുമ്പിൽ ഈ ഡാം തകർന്നാൽ അത് വലിയൊരു എനർജിയാണ്. ഡാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് 15 TMC വെള്ളം കെട്ടി നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് ഒരു 8ാം ക്ലാസ്സിലെ കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും. അത് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ 180 ടൈംസ് ആണ്. അത്ര പ്രഹരശേഷി, കൈനറ്റിക് എനർജി ആയാലും ഡാം തകർന്നാൽ പിന്നെ അത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആവും. എനർജിയെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം വലിയൊരു എനർജിയാണ് പുറത്തേക്ക് ബഹിർഗമിക്കുന്നത്. ആ എനർജി മുമ്പിലുള്ള സകലതിനെയും തകർക്കും. മലകളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും സകലതും തകർക്കും. ഇത് ഒഴുകി വരാമല്ലോ. 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് നിപതിക്കുക ചെയ്യുന്നത്, വീഴുക. അത് മുമ്പിലുള്ള സകലതിനെയും നശിപ്പിക്കും. അതെല്ലാം ക്യാരി ചെയ്തുകൊണ്ടാണ് താഴേക്ക് വരുന്നത്, വെള്ളം ഒഴുകി വരുന്നതല്ല. അപ്പോൾ അതിലേക്ക് ഒരു കല്ല് ജോയിൻ ചെയ്താൽ അത് മൾട്ടിപ്ലൈ ചെയ്യും അതിൻ്റെ പ്രഹരശേഷി. എന്ത് കൂടെ കൂട്ടുന്നോ, മനുഷ്യ ശരീരമായാലും ആനയുടെ ജഡമായാലും കെട്ടിടങ്ങളായാലും വണ്ടിയായാലും മലകളായാലും മരങ്ങളായാലും അതിൻ്റെ പ്രഹരശേഷി ആ വഴിയിൽ കൂടുകയാണ്. അത് ഇടുക്കിയിലെ 3 ഡാമുണ്ട്, ഇടുക്കി ആർച്ച് ഡാം, കുളമാവ്, ചെറുതോണി. ഇതിനെയൊക്കെ നിലനിർത്തുമോ? ചിലര് അങ്ങനെയും പറയും. ഇടുക്കി ഡാം മീൻസ് എനിക്ക് അതെല്ലാം വെറുതെ ഒരു സംസാരമായിരിക്കും, ആശ്വസിക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിൽ പോലും ഇടുക്കി ഡാം ഹോൾഡ് ചെയ്തേക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെറുതെ ആണെങ്കിലും ആൾക്കാർ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, അതൊന്നും ശരിക്കും അങ്ങനെ പറയുന്നതിലൊരു ക്രൂരതയുണ്ട്. ഇനിയിപ്പോ ഹോൾഡ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കി ഡാമിനും ഇടയിലുള്ള 10,000-കണക്കിന് ജനങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലേ? എന്തോന്നായി പറയുന്നത്? ജസ്റ്റിസ് KT തോമസ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. ഇടുക്കി ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ക്രൂരതയാണ്! അതിൻ്റെ ഇടയിലുള്ള ആളുകളുടെ ജീവന് വിലയില്ലേ? ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്, ഹോൾഡ് ചെയ്യണം, ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. കുളമാവ് ഡാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 40 അടിക്ക് മണ്ണാണ്, മൺതിട്ടയാണ്. 40 അടി തള്ളി പോകുന്നതിന് ഇത്ര വലിയ ഫോഴ്സ് ഒന്നും വേണ്ട. അതുപോലെ ചെറുതോണി ഡാം ഒരു വീക്കസ്റ്റ് ഡാമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ ഇടുക്കി ആർച്ച് ഡാം നിന്നാൽ തന്നെ ചെറുതോണിയും കുളമാവും നിൽക്കില്ല. അപ്പോൾ ബാക്കിയുള്ളിടത്തെല്ലാം ഫ്ലഡഡ് ആവും. അപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ ഡർണയിൽ, ലിബിയയിൽ 2 TMC വെള്ളം കൊണ്ട് കടലിൽ പോയിട്ട് ഡർണ നഗരത്തെ മൊത്തത്തിൽ വഹിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വന്ന ഒരു സുനാമിയായിട്ട് 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെയാണ്. 2 TMC വെള്ളമുള്ളൂ. അപ്പോൾ 120 TMC വെള്ളം കൊണ്ട് കടലിൽ പോയാലുള്ള അവസ്ഥ എന്താണ്? ചെളി വന്ന് മൂടൂലേ നമ്മുടെ എയർപോർട്ടിൽ, മെട്രോ, സദേൺ നേവൽ കമാൻഡ്, പിന്നെ സകലതിൻ്റെ റിഫൈനറി, ഇതെല്ലാം തകരില്ലേ? ഏവിയേഷൻ ഫ്യൂവല് 10 മീറ്റർ അകലെ തീ പോയാൽ കയറി പിടിക്കുന്നതാണ്. അതൊക്കെ പുറത്തേക്ക് വന്നാൽ, പിന്നെ ഇൻഫ്ലാമബിൾ ഗ്യാസും ലിക്വിഡും ഒക്കെ കൊണ്ട് ലോറികൾ എത്രണ്ണം പോകുന്നുണ്ട്, അതൊക്കെ തകർന്ന് പുറത്തേക്ക് വന്നാൽ, ബെൻസീനും ഈഥൈനും വിഷവാതകങ്ങളാണ്. അത് ആ ഫാക്ടറികളെല്ലാം തകർന്ന് ആ വിഷവാതകം പുറത്തേക്ക് വന്നാൽ, റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വന്നാൽ ആർക്കെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? കേരളം മുഴുവനും, തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളും കർണാടകത്തിലെ അതിർത്തി സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളടക്കം ഈ വിഷവാതകം ശ്വസിച്ച് വീഴത്തില്ലേ? ഭോപ്പാൽ ട്രാജഡിയേക്കാളും വലിയ ട്രാജഡി ഉണ്ടാവില്ലേ? ഈ ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ വന്നാൽ അത് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതാണ്, പാട പോലെ. കത്തുപിടിച്ചാലോ? ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കത്തും. ലക്ഷദ്വീപ് ഉണ്ടാവുമോ? ശ്രീലങ്ക ഉണ്ടാവുമോ? ഇത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഭാവനയിൽ നിൽക്കാത്ത ഒരു ട്രാജഡി ആവും. നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ, നമ്മൾ രാഷ്ട്രീയം കൊണ്ട് ആലോചിച്ചാൽ കുഴപ്പമില്ല, നമ്മൾ മതം കൊണ്ട് ആലോചിച്ചാലും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. അതാണല്ലോ ഇവിടെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഒന്നും സംഭവിക്കില്ല എന്ന്. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയം കൊണ്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മതം കൊണ്ട് ചിന്തിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. നമ്മുടെ ഭാവനയിൽ നിൽക്കാത്ത അത്യാഹിതമായിരിക്കും വരുന്നത്. ഇതൊരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്തത്?
സാർ പറഞ്ഞു വരുന്നത് നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആവണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എക്സാക്ട്ലി. അപ്പോൾ ആ റെസ്പോൺസിബിൾ സിറ്റിസൺ ആവണം എന്നുള്ളതിന്റെ നമ്മൾ എവിടെയോ നമ്മൾക്കൊരു ഫെയിലിയർ പറ്റിയതിന്റെ ഒക്കെ തന്നെയല്ലേ ഈ ഒരു ഉരുൾപൊട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നത്. അതായത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംവെയർ നമ്മളും അതിന്റെ ഒരു ഭാഗമാണ് എന്നാണ് നമ്മൾ എല്ലാവരും പറഞ്ഞു വരുന്നത്. ഇനിയും കേരളത്തിൽ അങ്ങനെയെല്ലാം ഉടനീളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉണ്ട്. ഈ ഓഗസ്റ്റ് പേടിക്കണം. ഇതിപ്പം ഓഗസ്റ്റിലേക്ക് ആയല്ലോ നമ്മള്. ഈ ഓഗസ്റ്റ് പേടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജൂൺ ജൂലൈ മാസത്തിൽ പെയ്ത മഴയെല്ലാം ഫോറസ്റ്റ് വലിച്ചിട്ട് സ്പോഞ്ച് കണക്കെ വലിച്ചിട്ടുണ്ട്. ഇനി ഒരു തുള്ളി വെള്ളം ഫോറസ്റ്റിൽ വന്നാൽ അത് ഒഴുകി ഡാമിൽ വരും, നദിയിൽ വരും. പിന്നെ അതിൻ്റെ കൂടെ മേഘവിസ്ഫോടനം ഉണ്ട്, ക്ലൗഡ് ബേസ്റ്റിംഗ്. അപ്പോൾ ക്ലൗഡ് ബേസ്റ്റിംഗ് ഉണ്ട്, പെരുമഴയുണ്ട്, അതിൻ്റെ കൂടെ ഭൂകമ്പമുണ്ട്. 2012 തുടങ്ങിയ ഭൂകമ്പമാണ്. റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം തുടങ്ങി. അത് 2 കോടി 2.4 2.5 2.3 എന്നിങ്ങനെ കൂടി വന്ന് 3.4 ഫിനിഷ് ചെയ്തിരിക്കും. അവിടെ നിൽക്കും ഇത്. കാരണം എന്ന് വെച്ചാൽ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കും. നിങ്ങൾ ചിന്തിക്കണം, 84 ഡാംസ് എന്ന് വെച്ചാൽ ഒരു ഡാം മാത്രം ചിന്തിക്കും തൽക്കാലം. മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ് എന്ന് ആദ്യമായി പറഞ്ഞത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. അന്ന് 1964 ഡോക്ടർ KC തോമസ് അതിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ്, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യണം. 1964. അപ്പോൾ 60 വർഷമായി. ഈ 60 വർഷത്തിൽ കേരളം പലരും ഭരിച്ചു. പക്ഷെ മുല്ലപ്പെരിയാർ ഡാം അവിടെ തന്നെ ഉണ്ട്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ തകർച്ചയിലാണെന്ന് പറഞ്ഞ ഒരു ഡാം അവിടെയുണ്ട്. അപ്പം അതിൻ്റെ റീസണായിട്ട് പറയുന്നത് റിപ്പയർ ചെയ്തു എന്നാണ്. അതെല്ലായിടത്തും പറയുന്ന ഒരു പോയിന്റ്. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിൽ എങ്ങനെ റിപ്പയർ ചെയ്യാനാണ്? ഒരു കുറ്റമറ്റ ഒരു ഫ്ലോലെസ് സാങ്കേതിക വിദ്യ ഇല്ല. പിന്നെ ചെയ്ത കാര്യങ്ങൾ ഒന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതാണ്. കേബിൾ ആങ്കറിങ് എന്ന് വെച്ചാൽ അണക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് ബേസ് വരെ തുരന്നിട്ട് കമ്പി ഇറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് നടക്കുമോ? കാരണം ഇത് 100 വർഷത്തിലേറെ പഴക്കം. സുർക്കി കൊണ്ട് നിർമ്മിച്ചത്. സുർക്കി എന്താണെന്ന് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ പെനിക്കോക്കിൻ്റെ അസിസ്റ്റൻ്റ് ഡാം മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ചുണ്ണാമ്പും മണലും ഒരു പ്രത്യേക ഊഷ്മാവിൽ വെള്ളവുമായി ചേർത്ത് ഉരുക്കി ഒഴിക്കുന്ന സംഭവമാണ്. അപ്പോൾ ലൈമിനൊരു പ്രത്യേകതയുണ്ട്. അത് വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ റിയാക്ട് ചെയ്യും, കാർബോണിക് ആസിഡ് ഉണ്ടാവും. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഈ സുർക്കി മുഴുവനും ഒലിച്ചു പോയി അതോടൊപ്പം തന്നെ വെള്ളവുമായിട്ട് പ്രവർത്തിച്ച് കാർബോണിക് ആസിഡായി ഡാമിൻ്റെ ഭിത്തികളെ ദ്രവിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഡാമിൻ്റെ ഉള്ളു മുഴുവനും പൊള്ളയാണ് പലയിടത്തും. ഇത് സുപ്രീം കോടതി നിയമിച്ച എംപവേർഡ് കമ്മിറ്റി, പിന്നെ അതിൻ്റെ അടിയിൽ സൂപ്പർവൈസറി കമ്മിറ്റി, അതിൻ്റെ അടിയിൽ സബ് കമ്മിറ്റി ഉണ്ട്. സബ് കമ്മിറ്റിയിൽ ഒരു എഞ്ചിനീയർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു ലോറി ഈ പൊള്ളയായ ഭാഗത്ത് കയറ്റി നിർത്താം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത്രയും പൊള്ളയായിട്ടുള്ള ഒരു ഡാമിൻ്റെ ബേസ് വരെ തുരന്ന് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കേബിൾ ആങ്കറിങ് നടത്തുക എന്ന് പറഞ്ഞാൽ ഡാം അന്നേരം തന്നെ വീഴും. അതാണ് സംഭവം.